ഞാൻ തരൂർ നിയോജകമണ്ഡലത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വഴി വന്നപ്പോഴാണ് നമ്മുടെ തോട്ടുപാലം തോടിനെ കുറിച്ചിട്ട് ഓർമ്മ വന്നത്. അതൊരു വാർത്ത നമ്മുടെ കണ്ണമ്പ്ര വാർത്തകളിൽ ഞാൻ കാണുകയും ചെയ്തു. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. വന്നു നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും ഒരു സ്ഥലം ഇവിടെ പുറമ്പോക്കായിട്ട് കിടക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ 1.5 ഏക്കർ സ്ഥലമുണ്ട്. ഇതൊക്കെ DTPCക്കോ അല്ലെങ്കിൽ ടൂറിസത്തിനൊക്കെ കൈമാറുകയാണെങ്കിൽ വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ടൂറിസം പ്ലേസാക്കി മാറ്റുവാനും ഈ തോടിൻ്റെ ഈ മനോഹാരിത കണ്ടുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കുവാൻ നമ്മുടെ ഗ്രാമീണർക്ക്, നമ്മുടെ നാട്ടുകാർക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനു വേണ്ടിയിട്ട് കണ്ണമ്പ്ര പഞ്ചായത്ത് എടുക്കുന്ന എല്ലാ അതിൻ്റെ ഇനിഷ്യേറ്റീവിനും കേരള സർക്കാരിൽ നിന്നും വേണ്ട എല്ലാ കാര്യങ്ങൾക്കും എന്നെ ആവുന്ന കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായം ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്. അത് കണ്ണമ്പ്ര പഞ്ചായത്താണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഇപ്പോൾ DTPC ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണെങ്കിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള സഹായം എൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ സമയത്താണ് ഈ തോട്ടുപാലത്തിനെ കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ട് അറിഞ്ഞത്. അപ്പോൾ നമുക്കുള്ള വളരെ ഇപ്പോൾ മഴക്കാലത്ത് കണ്ടില്ലേ, വളരെ നല്ല രീതിയിലാണ് ഒഴുക്ക്. വളരെ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം ഉയർന്നു പോകുന്ന ഒരു തോടാണിത്. പക്ഷേ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ചീർപ്പ് അതിൻ്റെ ഹൈറ്റ് അല്പം കുറവാണ്. അത് ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകാനും കൃഷിനാശം ഇല്ലാതെ നമുക്കത് സംരക്ഷിക്കുവാനും കഴിയും എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതിനെല്ലാം കണ്ണമ്പ്ര പഞ്ചായത്ത് അതിൻ്റെ സ്റ്റെപ്സുകൾ എടുക്കുകയാണെങ്കിൽ സർക്കാരിൽ നിന്ന്, ഇറിഗേഷൻ വകുപ്പിൽ നിന്നായാലും മറ്റ് രീതിയിലായാലും എല്ലാവിധ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വാങ്ങിച്ചെടുക്കുവാൻ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ വഴി വന്നപ്പോൾ ഇതൊന്ന് കയറി ഇതൊന്ന് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങ് മുമ്പ് ഒരു എഞ്ചിനീയർ കൂടി ആയിരുന്നല്ലോ. അതെ, ഇതിന്റെ ഒരു കാര്യകാരൊക്കെ പ്രത്യേകിച്ച് അതെ, ഞാൻ നേരത്തെ ഇലക്ഷൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതിന്റെ ഈ അരികു ഭിത്തികളൊക്കെ ഒന്ന് കെട്ടി ഈ ഒരു പൂങ്കാവനം പോലെ മനോഹരമാക്കി എടുക്കുകയാണെങ്കിൽ പഴയ ഒരുപാട് പൗരാണികത കാലഘട്ടത്തിൽ ദേവാരക്കടവ്, അത് നേരത്തെ വാർത്തയിൽ പറഞ്ഞല്ലോ. ദേവാരക്കടവിനെ സംരക്ഷിക്കുക എന്നുള്ളത് പൈതൃകത്തെ സംരക്ഷിക്കുന്നത് അതാണല്ലോ. മാത്രമല്ല സ്പോൺസർമാർ ധാരാളം പേരുണ്ട്. പഞ്ചായത്ത് ഇനീഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള സ്പോൺസർമാരുണ്ട്. പഞ്ചായത്ത് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിന് സർക്കാരിന്റെ ഭാഗത്ത്, ഇപ്പം നമ്മുടെ സർക്കാരാണ് ഭരിക്കുന്നത്, സർക്കാരിന്റെ ഭാഗത്ത് എന്ത് സഹായമാണെങ്കിലും ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് സൂചിപ്പിക്കുകയാണ്. സന്തോഷം. എന്തായാലും കണ്ണമ്പ്രയുടെ ഈ ഒരു മനോഹരമായ ഒരു ഇടം സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് ഇടപെടൽ ഉണ്ടാവണമെന്ന് കണ്ണമ്പ്ര ഉറപ്പായിട്ടും കണ്ണമ്പ്രക്കാരുടെ കൂടെ ഉണ്ടാവും. അതിൽ യാതൊരു മാറ്റവും. അങ്ങ് വന്ന സമയത്ത് നമുക്കൊരു അപരിചിത മുഖമായിരുന്നു. ഇപ്പൊ നമുക്ക് വളരെ പരിചിതനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കണ്ണമ്പ്രയെ സ്വന്തം നാടായി കണ്ടുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി അങ്ങയുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ശരി, താങ്ക് യു.